ഈ വർഷം തിയേറ്റർ റിലീസിന് വന്ന മറ്റൊരു മലയാള സിനിമയാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. ഈ വർഷത്തെ ക്രിസ്മസ് കൊണ്ടുപോയ സിനിമയും കൂടിയാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഓൾമോസ്റ്റ് കളക്ഷൻ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 50 കോടി മറികടന്നിരിക്കുകയാണ്. എന്തായാലും പടത്തിന്റെ റിവ്യൂലോട്ട് തന്നെ പോകാം. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സിരിപ്പ് ചാനൽ. മാർക്കോ നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ ഒരു വമ്പൻ കംബാക്ക് തന്നെയാണ് മാളികപുരം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം വരുന്ന മാർക്കോ എന്ന സിനിമയിലൂടെ. ഈവൻ ഹനീഫ് അഡാനി എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ കംബാക്ക് കൂടിയാണ് ഈ ഒരു സിനിമ. നമ്മുടെ ഷെരീഫ് മുഹമ്മദ് ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ക്യൂബ് എന്റർടൈൻമെന്റ്സിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രൊഡ്യൂസർ. അദ്ദേഹത്തിന്റെ ഗഡ്സ് തന്നെയാണ് ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. പല പ്രൊഡ്യൂസേഴ്സും ഒന്ന് ആലോചിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ് ഇദ്ദേഹം ഒരു കൈഞ്ഞൊടിയിൽ തന്നെ നിർമ്മിച്ചുണ്ടാക്കിയത് മാർക്കോ എന്ന സിനിമ. ഈവൻ പ്രൊഡ്യൂസർ അന്ന് വാക്ക് പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ ഡബ്സീന്റെ ആ ഒരു സോങ് ഉണ്ടായിരുന്നു, ബ്ലഡിന്റെ 2 വേർഷൻസ്. അതിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സെക്കൻഡ് വേർഷനാണ് തിയേറ്ററുകളിൽ പ്ലേ ചെയ്തിരിക്കുന്ന മാർക്കോന്റെ ബ്ലഡ് എന്ന് പറഞ്ഞ സോങ്. ഡബ്സീന്റെ വോയിസേ അതിലില്ല. അതും നല്ലൊരു പ്രൊഡ്യൂസറിന്റെ ഒരു സൂചന തന്നെയാണ്. ഇങ്ങനത്തെ ഒരു മോളിവുഡിലോട്ട് ഇങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി വരുന്ന സിനിമകളിൽ. അല്ലെങ്കിൽ ഇത് കണ്ട് പഠിക്കണം മറ്റുള്ള പ്രൊഡ്യൂസേഴ്സും പ്രൊഡക്ഷൻ കമ്പനിയും. പല ടീമും ഇത് അവോയ്ഡ് ചെയ്യുന്ന കാര്യമാണ്. ഈ പ്രൊഡ്യൂസർ അത് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. എന്തായാലും മാർക്കോ സിനിമയിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു എ സർട്ടിഫിക്കറ്റ് സിനിമയാണ്. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആക്ഷൻ സിനിമയാണിത്. ആക്ഷൻ, മാസ്, അതുപോലെ തന്നെ വയലൻസ് നിറഞ്ഞ സിനിമയാണ്. ഇത് 3 കാര്യങ്ങളും ഈ സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ സിനിമ കാണാൻ സാധിച്ചത് ഈ അടുത്താണ്. അതുകൊണ്ടാണ് സിനിമയുടെ റിവ്യൂ ഇത്ര ലേറ്റ് ആയത്. പിന്നെ അത് മാത്രമല്ല, സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫേ നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ മാർക്കോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന്റെ ബിൽഡപ്പ് സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്നുണ്ട്. നമ്മുടെ KGF ചാപ്റ്റർ 2 സിനിമയിൽ റോക്കി ബായ്ക്ക് ബിൽഡപ്പ് കൊടുക്കുന്ന പോലെ തന്നെ ഈ സിനിമയിലും ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ റിവീൽ ചെയ്യുന്ന ഇൻട്രോ സീൻ ആണെങ്കിലും ഇൻട്രൊഡക്ഷൻ സീൻ ആണെങ്കിലും ആ ഒരു ഫ്രെയിം ആണെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ സീൻ ആണെങ്കിലും ഡയലോഗ് ആണെങ്കിലും ഒക്കെ കിഡിലൻ തന്നെയാണ്. ഒരു കൊല മാസ് ഐറ്റം തന്നെയാണ് അതൊക്കെ ആ പ്രസന്റ് ചെയ്തിരിക്കുന്ന വേ ഓഫ് എന്ന് പറയുന്നത്. ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നമുക്ക് കേറി വരും. ഒരു KGF ചാപ്റ്റർ 2 സിനിമയില് ബീജം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത അതേ സ്വാഗായിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ താഴത്തില്ലട മോനെ, അത്രയും കിഡിലൻ എനർജിയാണ് സ്ക്രീൻ പ്രസൻസിൽ ഈ BGM ചെയ്ത് വെച്ചിരിക്കുന്നത്. രവി ബസൂർ 33 BGMs ആണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കേട്ടത്. ഇപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സോണി മ്യൂസിക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പുറത്തിറക്കിയിട്ടുണ്ട്. 1 മണിക്കൂർ 24 മിനിറ്റിനടുത്തെങ്ങാണ്ടാണ് വരുന്നത്. അത്രയും ഇമ്പാക്റ്റ് ആണ് അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. സിനിമയുടെ പകുതി മുക്കാലും ഇമ്പാക്റ്റ് ഉള്ളത് അല്ലെങ്കിൽ എനർജി തന്നെ ഈ BGM തന്നെയാണ്. എടുത്ത് പറയണമല്ലോ അത് കാര്യം. ഈ പ്രൊഡക്ഷൻ കമ്പനി ചെയ്ത ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് തന്നെ രവി ബസൂറിനെ സിനിമയിൽ മ്യൂസിക് കമ്പോസിങ് ചെയ്യിപ്പിച്ച ആ ഒരു തൊഴിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു കടമ അദ്ദേഹം സൂപ്പർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല എടുത്തു പറയേണ്ടത്, സിനിമയിലെ ജഗദീഷ് അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിയിലാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നേ വരെ കാണാത്ത ഒരു ക്യാരക്ടറാണ് ജഗദീഷിനെ ഈ ഒരു സിനിമയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഒരു കിടിലൻ ഗെറ്റപ്പ്. ഈവൻ ഉണ്ണിമുകുന്ദന്റെ ക്യാരക്ടർ ആണെങ്കിലും ഇതേപോലെ തന്നെയാണ്. മൊത്തം കോട്ടും സൂട്ടൊക്കെ ഉള്ള ഒരു കിടിലൻ ക്യാരക്ടർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ലുക്കിന്റെ കാര്യത്തിലാണെങ്കിൽ. ഈ കോസ്റ്റ്യൂം ഡിസൈനറൊക്കെ അടിപൊളിയായിട്ടാണ് സിനിമയിൽ കാസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഡ്രസ്സ് ആണെങ്കിലും സിനിമയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഈവൻ സിനിമയിലെ പല സിനിമകളിലെയും റെഫറൻസ് കാണാൻ സാധിച്ചു. ഈവൻ മാർക്കോ സിനിമയിലെ ലിയോ സിനിമേന്റെ കിഡിലൻ റെഫറൻസ് ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അതുപോലെ തന്നെ ജോക്കർ സിനിമേന്റെ ഡയലോഗ് ഒക്കെ സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓവറോൾ ആയിട്ട് നല്ല മാസ് BGMും മാസ് ഫ്രെയിമും മാസ് സീൻസ് ഉണ്ടെങ്കിൽ പോലും സിനിമ ഡള്ളായിരുന്നു. കാരണം സിനിമയുടെ സ്റ്റോറി പ്രഡിക്റ്റബിൾ ആവുന്ന രീതിയിലായിരുന്നു അവർ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പ്രസന്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്ലോ എൻഗേജിങ് ഫാക്ടർ നഷ്ടപ്പെട്ട പോലെയായിരുന്നു എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫ്. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഫസ്റ്റ് ഹാഫ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് കിട്ടിയത്. എന്നാലും ഈ ഒരു മാസ് സീൻസും മാസ് ഫ്രെയിമും മാസ് ഡയലോഗ് എന്നൊക്കെ വെച്ചാൽ പല സിനിമകളിലും വളരെയധികം മോശമായ തമാശയായി പോകുന്ന ഡയലോഗ് ആയിരിക്കും ഇങ്ങനത്തെ സിനിമകളിൽ കാണാൻ സാധിക്കുക. എന്നാൽ ഈ ഒരു സിനിമയിലെ ഡയലോഗിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കിഡിലൻ ഡയലോഗാണ് സിനിമയിൽ എഴുതിയിരിക്കുന്നത്. അതും നല്ല രീതിയിൽ സ്വാഗും കിട്ടുന്നുണ്ട്, മാസും കിട്ടുന്നുണ്ട്. പിന്നെ സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിയുകയാണ്. പിന്നെ ഇന്റർവെൽ ഉണ്ട് സിനിമയിൽ. ഇന്റർവെല്ലിന് ശേഷമാണ് മാർക്കോ എന്ന സിനിമ ശരിക്കും ഒന്ന് ഓൺ ആവുന്നത്.
വിത്ത് പവർ. കാരണം ഇന്റർവെല്ലിന് ശേഷം നമുക്ക് മനസ്സിലാവും സിനിമ കണ്ടവർക്ക് സിനിമ ഇനി മുതലാണ് ഓൺ ആവുക എന്ന്. ഇന്റർവെല്ലിന് ശേഷം പിന്നെ സിനിമ നമുക്ക് ആ ഒരു പ്രിഡിക്റ്റബിൾ കോൺസെപ്റ്റ് തന്നെ മാറിയിരിക്കുകയാണ്. കാരണം മൊത്തത്തിൽ ഒന്ന് പവറായി സിനിമ. കാരണം സിനിമ നമുക്കൊരു എൻഗേജിങ് ഫാക്ടർ ഒന്ന് തിരിച്ചു വന്ന പോലെയായിരുന്നു തോന്നിയത്. കാരണം ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ പല ഇടങ്ങളിലായിട്ട് നല്ല സീൻസ് ഉണ്ടാവും, പിന്നെ കുറച്ച് ഡള്ളാവും, നല്ല സീൻസ് ഉണ്ടാവും. പക്ഷെ സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഫുൾ ഓൺ പവറാണ് സിനിമ. പല സീൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രെയിം ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും വയലൻസിന്റെ ഒരു അങ്ങേയറ്റമായിരുന്നു സെക്കൻഡ് ഹാഫ് മുതൽ സിനിമ തുടങ്ങിയത്. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ ഈ ഒരു എന്താ പറയുക CGI വർക്ക് സിനിമയിൽ മാക്സിമം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് പലയിടങ്ങളിൽ. എന്നാൽ പോലും ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് പോകത്തില്ല ഈ ഒരു സിനിമയിൽ. പിന്നെ സിനിമയിലെ ഒരു പെർട്ടിക്കുലർ പലയിടങ്ങളിലായിട്ട് നല്ല ജോൺ വിക്ക് ഐറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഫൈറ്റ് സീനൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാത്ത അതൊക്കെ ഒരു മുതൽ ഐറ്റം തന്നെയാണ്. അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ വേറെയും കുറെ കിഡ്ലൻ ഡയലോഗ് വിത്ത് ഫ്രെയിം ഉണ്ട്. അതൊക്കെ മുതൽ ഐറ്റം തന്നെയാണ്. അതൊക്കെ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു സിനിമ ലവറാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. പിന്നെ സിനിമയിൽ ലിയോ പോലത്തെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് സിനിമേൻ്റെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ. അതൊരു മാരക ഐറ്റമാണ് വിത്ത്, അതൊന്നും പറയുന്നില്ല, സിനിമ തന്നെ പോയി കാണുക നിങ്ങൾ. പിന്നെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആയിട്ടും ഇഷ്ടപ്പെട്ടതും സെക്കൻഡ് ഹാഫ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സിനിമേൻ്റെ ഇത്രയും വലിയൊരു വീക്ക് സ്റ്റോറി ആണെങ്കിൽ പോലും സിനിമ ഇത്രയധികം പവറായിട്ട് നല്ലൊരു കളക്ഷനിലോട്ട് നേടിയത്. കാരണം സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു ഇമ്പാക്റ്റാണ് സിനിമ നേടിക്കൊടുത്തത്. ഈവൻ സിനിമ സെക്കൻഡ് ഹാഫിന്റെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന ബ്രൂട്ടൽ നമ്മൾ കാണുന്നത്. സിനിമയുടെ ടീം ഓൾമോസ്റ്റ് ഫൈറ്റ് ചെയ്തു ഈ സെൻസർ ബോർഡിനോട്. കുറച്ച് സീൻസ് കട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ ബ്ലർ ചെയ്യാതിരിക്കുമോ, അങ്ങനെ കുറേ ഫൈറ്റ് ചെയ്തിട്ടാണ് ഇത്ര വരെ എത്തിച്ചത് പ്രൊഡ്യൂസർ. ഇനി OTT റിലീസിന് ചെയ്യുമ്പോൾ അതൊക്കെ ഉണ്ടാവുമെന്നാണ് പ്രൊഡ്യൂസർ കൺഫേം ചെയ്തിരിക്കുന്നത്. വ്യക്തതയില്ല അത് വരുമോ ഇല്ലയോ എന്ന്. ഈവൻ സിനിമയുടെ റൺ ടൈമും വലിയൊരു കാര്യം തന്നെയാണ്. വലിയൊരു ലെങ്ത് വരുന്നുണ്ട് സിനിമയ്ക്ക്. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമേൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു ഹാർഡ് വർക്കിനുള്ള പേയിങ് ഓഫാണ് ആ സിനിമ നേടിയെടുക്കുന്ന വിജയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊഡ്യൂസറിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ, ഗട്ട്സ്, അതുപോലെ ഡയറക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ പല ഇടങ്ങളിലായിട്ട്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കുറച്ച് പുതുമ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഓരോ സിനിമയിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അല്ലാതെ കണ്ട സാധനം തന്നെ പിന്നെയും കാണുകയാണെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവത്തില്ല. എനിക്ക് ആകെ ഒരു ഫോൾട്ടായിട്ട് തോന്നിയത് ഇവർ ഈ ഒരു പ്രിഡിക്റ്റബിൾ ആയ ഒരു കോൺസെപ്റ്റ് ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ സിനിമ കുറച്ചുകൂടി എൻഗേജിങ് ആണ്. പിന്നെ മൂവി മൊത്തത്തിൽ റിവെഞ്ച് മൂഡാണ്. അപ്പോൾ അത് പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് ഞാൻ പറഞ്ഞു എന്നുള്ളത് എത്ര പേർക്ക് തോന്നി കൺബോക്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു നല്ലൊരു കാര്യം തന്നെയായിരിക്കും അത്. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത്. പിന്നെ സിനിമേൻ്റെ ക്ലൈമാക്സിലോട്ട് എത്തിയിട്ട് പിന്നെ എൻ ക്രെഡിറ്റ് സീനൊക്കെ എത്തൂലേ, ഈ ക്രെഡിറ്റ്സ് കാണിക്കൂലേ സിനിമയിൽ വർക്ക് ചെയ്ത്, അതുപോലും എല്ലാവരും അത്രയധികം അറ്റൻഷനോടെയാണ് കണ്ടത്. അതാണ് ഏറ്റവും കൂടുതൽ രസമായത്. ഓ സിനിമയിലെ എല്ലാ സോങ്സ് ആണെങ്കിലും സീൻസ് ആണെങ്കിലും ആരും അങ്ങനെ എണീറ്റ് പോയിട്ടില്ല. പിന്നെ സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് എൻ ക്രെഡിറ്റ് സീൻ വരെ സിനിമയിലുണ്ടായിരുന്നു, ഒരു സെക്കൻഡ് പാർട്ട് ലീഡ് ചെയ്യുന്ന രീതിയിൽ. അത്രയധികം ലെവലിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസർ സത്യം പറഞ്ഞാൽ ഒരു ജെം തന്നെയാണ് മോളിവുഡ് ഇൻഡസ്ട്രിയിലോട്ട് ഈ വർഷത്തെ മാർക്കോ സിനിമയോട് കാണിച്ചിരിക്കുന്നത്. എന്തായാലും മാർക്കോ സിനിമ റിമാർക്ക് തന്നെയായിരിക്കും പല ഇൻഡസ്ട്രിയിലോട്ടും അല്ലെങ്കിൽ പല മലയാള സിനിമ ഇനി വരാൻ പോകുന്ന സിനിമകൾക്ക്. അത്രയും നമുക്ക് ഇനി വരാൻ പോകുന്ന സിനിമകളുടെ വമ്മൻ റിമാർക്കിനായിട്ടും സിനിമേൻ്റെ കൂടുതൽ കളക്ഷനായിട്ടും സിനിമ കളക്ഷൻ അപ്ഡേറ്റ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചാനലിൽ പോയാൽ മതി. ചാനലിൽ ദിവസവും മാർക്കോ സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റ് ഉണ്ടാവുന്നതായിരിക്കും. കാത്തിരിങ്ങനെ ചെയ്യുക കൂടുതൽ സിനിമകളുടെ റിവ്യൂസിനായിട്ടും. സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്.